പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചു. ഇസ്രയേൽ പ്രതികരിച്ചില്ല. ഗാസ: അമേരിക്ക മുൻകൈയെടുത്തുണ്ടാക്കിയ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരട് കരാർ ഹമാസ് അംഗീകരിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രയേലും പാലസ്തീൻ ഭീകര സംഘടനയായ ഹമാസും ഇതുവരെ ഒരു കരാറിൽ ഏർപ്പെടാത്ത സാഹചര്യത്തിലാണ് 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തിരക്കിട്ട് ഇത്തരത്തിലൊരു കരാറിന് US പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കം നടത്തിയത്. നേരത്തെ അധികാരത്തിലെത്തുന്നതിന് മുൻപ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ബൈഡന്റെ നീക്കം. കരാർ സംബന്ധിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. 15 മാസം പിന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ US മുൻകൈയെടുത്ത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ചർച്ചയിലാണ് കരടു രേഖയായത്. സ്ഥാനമൊഴിയുന്നതിന് മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈഡൻ ഭരണകൂടം മധ്യസ്ഥതയ്ക്കിറങ്ങിയത്. ചർച്ച അവസാനഘട്ടത്തിലാണെന്നും ഇതുവരെയുള്ള കാര്യങ്ങൾ ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും വിശദാംശങ്ങളിൽ അന്തിമ തീരുമാനമാകേണ്ടതുണ്ടെന്നുമാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. നൂറുകണക്കിന് ആളുകളെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലിൻ്റെ തിരിച്ചടിയിൽ ഗാസ തവിടുപൊടിയാകുകയും ഹമാസ് നേതാക്കളെയെല്ലാം വധിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 4 ഭീകരർ ഉൾപ്പെടെ 15 പേർ മരിച്ചു. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തരംഗമായി മഹാകുംഭമേള. സെർച്ചിങ് പട്ടികയിൽ 1ാമത് പാകിസ്ഥാൻ. പ്രയാഗ്രാജ്: ലോകം മുഴുവൻ അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്ന മഹാകുംഭമേള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തരംഗമായി മാറുന്നു. കുംഭമേള ആരംഭിച്ച ദിവസം മുതൽ സൈബർ ഇടങ്ങളിൽ പ്രയാഗ്രാജിൽ നിന്നുള്ള വാർത്തകളും ചിത്രങ്ങളുമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ താൽപ്പര്യപ്പെടുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളായ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങി ഇടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവിടെയുള്ളവർ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കീവേഡ് മഹാകുംഭമേള എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനാണ് കുംഭമേള സെർച്ച് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാമതായിട്ടുള്ളത്. തൊട്ടു പിന്നാലെ ഖത്തർ, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലാണ് മഹാകുംഭമേള തരംഗമായി കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ, ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, ബ്രിട്ടൻ, തായ്ലൻഡ്, അമേരിക്ക എന്നിവിടങ്ങളിലെ ജനങ്ങളും കുംഭമേള വിശേഷങ്ങൾ വ്യാപകമായി സൈബർ ലോകത്ത് തിരയുകയാണ്. 45 കോടിയിലധികം പേർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തജനസംഗമം എങ്ങനെയാണ് ഭാരതം സുഗമമായി കൈകാര്യം ചെയ്യുന്നതെന്നും ഇവർക്കിടയിൽ കൗതുകമുണർത്തുന്നു. ഭാരതത്തിന് പുറമെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് പേരാണ് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനത്തിനെത്തുന്നത്. ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ ബാധിച്ചു. ഡൽഹിയിലുൾപ്പെടെ അതിശൈത്യം, കനത്ത മൂടൽമഞ്ഞ്. ന്യൂഡൽഹി: ഭാരതത്തിൻ്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് അതിശൈത്യം തുടരുന്നത്. കനത്ത മൂടൽമഞ്ഞ് രാജ്യ തലസ്ഥാനത്തും പരിസര പ്രദേശങ്ങളിലും റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു. പകൽ സമയങ്ങളിൽ ഡൽഹിയിൽ പോലും കാഴ്ച മറയുന്ന സാഹചര്യമാണ്. ഡൽഹിയിൽ 7 വിമാന സർവീസുകൾ റദ്ദാക്കുകയും 180-ലധികം സർവീസുകൾ വൈകുകയും ചെയ്തു. ഗോരഖ്ധാം എക്സ്പ്രസ്, സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്, അയോധ്യ എക്സ്പ്രസ് തുടങ്ങി ഡൽഹി വഴി സർവീസ് നടത്തുന്ന 36ഓളം ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. മൂടൽമഞ്ഞിൽ കാഴ്ചപരിധി 50 മീറ്ററിലും താഴെ ആയത് റോഡ് ഗതാഗതത്തെയും ബാധിച്ചു. ഹിമാലയൻ മേഖലയിൽ മഞ്ഞുവീഴ്ച തുടരുന്നതിനാൽ തണുപ്പും മൂടൽമഞ്ഞും ഇനിയും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ഉൾപ്പെടെ ഉയർന്ന മേഖലകളിൽ യാത്ര ചെയ്യുന്നവർ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും മുന്നറിയിപ്പുകൾ
ശ്രദ്ധിച്ച് യാത്ര ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തണുപ്പും മൂടൽമഞ്ഞും വായു മലിനീകരണവും ഡൽഹിയിൽ ഉൾപ്പെടെ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് അറസ്റ്റിൽ. സോൾ. ദക്ഷിണ കൊറിയയിൽ ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യോൽ അറസ്റ്റിൽ. രാജ്യത്ത് പട്ടാള നിയമം നടപ്പാക്കാൻ ശ്രമിച്ചതിനാണ് യുൻ സുക് യോലിനെ അറസ്റ്റ് ചെയ്തത്. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് യുൻ സുക്. ഈ മാസം 3-ന് യൂനിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമമുണ്ടായെങ്കിലും അറസ്റ്റ് ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രസിഡന്റിന്റെ അംഗരക്ഷകരും പട്ടാളവും ചേർന്ന് തടയുകയായിരുന്നു. ആൻഡമാനിൽ മെഡിക്കൽ ക്യാമ്പുമായി വനവാസി കല്യാൺ ആശ്രമം. മായാബന്ദർ. യുവജനദിനാഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബറിലെ ഓസ്റ്റിനിൽ വനവാസി കല്യാണ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പ്രോഗ്രാമും നടത്തി. ഭാരതീയ കോസ്റ്റ് ഗാർഡിന്റെയും ആൻഡമാൻ നിക്കോബർ പോലീസിന്റെയും സഹകരണത്തോടെയാണ് ഓസ്റ്റിനിലെ മായാബന്ദർ വനവാസി ഗ്രാമത്തിൽ സേവാപ്രവർത്തനം നടത്തിയത്. കമാൻഡന്റ് എസ്. ലോറൻസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനവാസി കല്യാൺ ആശ്രമം വൈസ് പ്രസിഡന്റ് മുത്തുകുമാർ രാംകുമാർ സിംഗ്, RP ഹോസ്റ്റലിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയങ്ക ഇക്ബാൽ, ആൻഡമാൻ നിക്കോബാർ പോലീസ് ASI നിർമ്മല കർക്കേറ്റ, ഹെഡ് കോൺസ്റ്റബിൾ അരോഡി ദാസ് എന്നിവർ പങ്കെടുത്തു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ് സംഹിത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നടന്നു. ഗ്രാമീണർക്ക് പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തു. അമേരിക്കയിലെ കാട്ടുതീ. വരണ്ട കാറ്റിന് സാധ്യത. അടുത്ത 24 മണിക്കൂർ നിർണായകം. ലോസ് ഏഞ്ചൽസ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ കാട്ടുതീ അണയ്ക്കുന്നതിനുള്ള കഠിന ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ വരണ്ട കാറ്റ് ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. അടുത്ത 24 മണിക്കൂർ അതിതീവ്രമായിരിക്കും. ചെകുത്താൻ കാറ്റെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വരണ്ട കാറ്റാണ് തീ അണയ്ക്കുന്നത് ദുഷ്കരമാക്കിയിരിക്കുന്നത്. അഗ്നിരക്ഷാസേന ചിലയിടങ്ങളിലെ തീ കെടുത്തിയെങ്കിലും മണിക്കൂറിൽ 129 കിലോമീറ്റർ വേഗമുള്ള കാറ്റിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വരണ്ട പുൽമേടുകളുള്ള സാന്റ ആനയിൽ റെഡ് അലർട്ടുണ്ട്. ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ 89,000 പേർക്ക് കൂടി ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനധികൃത ഫ്ലക്സ് ബോർഡ് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. കൊച്ചി. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനധികൃതമായി കൂറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിന് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ KSCA ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. KSCAയുടെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു. ഇതിൽ ഉൾപ്പെട്ട പരസ്യ ഏജൻസി ഉൾപ്പെടെ ബോർഡ് സ്ഥാപിച്ച ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളെ തിരിച്ചറിയാനുള്ള ചുമതലയാണ് ഇവർക്കുള്ളത്. പിഴ ചുമത്തിയ തുക, ചെലവായ തുക, വലിയ ബോർഡ് നീക്കാൻ നടത്തിയ ശ്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷനെയും ചുമതലപ്പെടുത്തി. KSCA തങ്ങളുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നതിനായി അനധികൃതമായി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെക്കുറിച്ചുള്ള അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. നടപ്പാതകളിലും പൊതുസ്ഥലങ്ങളിലും അനധികൃത ബോർഡുകൾ, ബാനറുകൾ, കൊടികൾ, ഫെസ്റ്റൂണുകൾ എന്നിവ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വേഗത്തിലുള്ള നടപടിക്ക് കോർപ്പറേഷനെയും സെക്രട്ടറിയെയും കോടതി അഭിനന്ദിച്ചു. നിയമ ഭേദഗതി ഉപേക്ഷിച്ചു. തിരുവനന്തപുരം. ശക്തമായ എതിർപ്പുയർന്നതോടെ വന നിയമ ഭേദഗതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചു. വന നിയമത്തിലെ നിലവിലെ ഭേദഗതിയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമവും നടപ്പാക്കില്ല. വന നിയമ ഭേദഗതിയിൽ സർക്കാരിന് വാശിയില്ല. നിയമ ഭേദഗതി വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനം. ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ
സർക്കാർ ഗൗരവമായി കാണുകയാണ്. വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്രം ഏർപ്പെടുത്തിയ കർശന വ്യവസ്ഥകളാണ് തടസ്സം. സംസ്ഥാന സർക്കാരിന് നിയമം ഭേദഗതി ചെയ്യാനാകില്ല. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ പോലും പരിമിതിയുണ്ട്. സ്ഥിരമായി മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടില്ലെന്നാണ്. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര നിയമമാണ്. അതേസമയം നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടരുത്, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വെള്ളം ചേർക്കരുത്, ഈ സമീപനമാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് കേരളത്തിൽ. കൊച്ചി. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംഘടനാ പരിപാടികൾക്കായി ഇന്ന് കേരളത്തിലെത്തും. 20 വരെ ദക്ഷിണ കേരള പ്രാന്തത്തിലെ വിവിധ തലത്തിലുള്ള കാര്യകർതൃയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ആർട്ടിസ്റ്റ് കേശവൻ പുരസ്കാരം ഗോപിനാഥ് കോഴിക്കോടിന്. അമ്പലപ്പുഴ. മലയാള നാടകരംഗ ശില്പകലയിലെ ഗുരുസ്ഥാനീയനായിരുന്ന ആർട്ടിസ്റ്റ് കേശവന്റെ ഓർമ്മയ്ക്കായി രൂപീകരിച്ച ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം നാടകരചയിതാവും സംവിധായകനും സ്റ്റേജ് ലൈറ്റ് ഡിസൈനറുമായ ഗോപിനാഥ് കോഴിക്കോടിന് നൽകും. 25,000 രൂപയും ആർട്ടിസ്റ്റ് സുജാതൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് നൽകുന്നതെന്ന് ചെയർമാൻ C. രാധാകൃഷ്ണൻ, സെക്രട്ടറി സുദർശനൻ വർണ്ണം, ആർട്ടിസ്റ്റ് സുജാതൻ, ട്രഷറർ ആലിയാർ പുന്നപ്ര എന്നിവർ പറഞ്ഞു. എല്ലാ വർഷവും നാടക മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് കലാകാരന്മാർക്ക് ഫൗണ്ടേഷൻ പുരസ്കാരം നൽകുന്നത്. കലാരംഗത്തു മികച്ച സംഭാവനകൾ നൽകിയ ആർട്ടിസ്റ്റ് KK രാജപ്പൻ രംഗപടം, ശിവൻ അയോധ്യ നാടക നടൻ, അനു അമൃത മ്യൂറൽ പെയിന്റിംഗ്, പ്രഭാകരൻ രംഗക്രമീകരണം, വക്കം ജയലാൽ പ്രവാസി നാടക പ്രവർത്തകൻ, ബഷീർ പ്രകാശവിന്യാസം എന്നിവരെ ആദരിക്കും. ഫെബ്രുവരി 9 രാവിലെ 10:30 നടക്കുന്ന അവാർഡ് ദാന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി G. സുധാകരൻ അവാർഡ് സമർപ്പിക്കും. നാടകകൃത്ത്, സംവിധായകൻ, സ്റ്റേജ് ആൻഡ് ലൈറ്റ് ഡിസൈനർ, ശബ്ദക്രമീകരണ ശാസ്ത്ര വിദഗ്ധൻ, ഡ്രാമ തിയേറ്റർ ആൻഡ് യോഗ അധ്യാപകൻ എന്നീ രംഗങ്ങളിൽ 5 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുകയാണ് ഗോപിനാഥ് കോഴിക്കോട്. കായികം. നാരീശക്തി. വഡോദര. വനിതാ ഏകദിന ക്രിക്കറ്റിൽ റെക്കോർഡുകളുടെ വൻമല തീർത്ത് ഭാരതം അയർലൻഡിനെതിരായ പരമ്പര തൂത്തുവാരി. അയർലൻഡിനെതിരെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ 435 റൺസ് എടുത്ത ഭാരതം ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ കണ്ടെത്തി. കഴിഞ്ഞ മത്സരത്തിൽ നേടിയ 370 റൺസാണ് മറികടന്നത്. എതിരാളികളെ 31.4 ഓവറിൽ ഐറിഷ് വനിതകളെ 131 റൺസിൽ ഔട്ടാക്കി. 304 റൺസിന്റെ വിജയത്തോടെ ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാർജിനിലുള്ള വിജയം ആഘോഷിച്ചു. 70 പന്തുകളിൽ സെഞ്ചുറി നേടിയ സ്മൃതി മന്ദാനയും കന്നി സെഞ്ചുറി പ്രകടനം കാഴ്ചവെച്ച പ്രതിക റാവലുമാണ് ഭാരതത്തിന്റെ കൂറ്റൻ വിജയത്തിന് അടിത്തറയായത്. ഇരുവരും ഒന്നാം വിക്കറ്റിൽ 233 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് പിരിഞ്ഞത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഭാരതത്തിനായി നായിക സ്മൃതി മന്ദാനയും പ്രതിക റാവലും തകർപ്പൻ തുടക്കമാണ് നൽകിയത്. അതിവേഗം സ്കോർ ചെയ്ത ഇരുവരും 26.4 ഓവറിലാണ് ഒന്നാം വിക്കറ്റിൽ 233 റൺസ് എടുത്തത്. 70 പന്തുകളിൽ സെഞ്ചുറി നേടിയാണ് സ്മൃതി വേഗത്തിലുള്ള ഭാരത താരത്തിൻ്റെ സെഞ്ചുറി സ്വന്തമാക്കിയത്. 87 പന്തുകളിൽ സെഞ്ചുറി അടിച്ച ഹർമൻപ്രീതിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. 80 പന്തുകൾ നേരിട്ട സ്മൃതി 12 ബൗണ്ടറികളും 7 സിക്സറും സഹിതം 135 റൺസ് എടുത്ത് പുറത്തായി. കരിയറിലെ ആദ്യ സെഞ്ചുറി നേടിയ പ്രതിക റാവൽ 129 പന്തുകളിൽ 20 ബൗണ്ടറികളും 1 സിക്സും സഹിതം 154 റൺസ് എടുത്തു. കളിയിലെ താരമായ പ്രതിക പരമ്പരയിലെ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭാരതത്തിനായി റിച്ച ഘോഷ് 59 അർദ്ധ സെഞ്ചുറി പ്രകടനം കാഴ്ചവെച്ചു.
തേജൽ ഹസബ്നിസ് 28 തുടരെ രണ്ടാം മത്സരത്തിലും മികച്ചു നിന്നു. ജെമീമ റോഡ്രിഗസും 4, ദീപ്തി ശർമ്മയും 11 പുറത്താകാതെ നിന്നു. ഭാരതനിരയിൽ 5 പേരാണ് പുറത്തായത്. അയർലൻഡിനായി ഓർല പ്രെൻഡർഗാസ്റ്റ് 2 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിൽ അയർലൻഡിനെ കുറഞ്ഞ സ്കോറിൽ പുറത്താക്കുന്നതിന് ഭാരതത്തിനായി. പന്തെടുത്ത എല്ലാവരും ഭാഗഭാക്കായി. 3 വിക്കറ്റ് പ്രകടനവുമായി ദീപ്തി ശർമ്മ മുന്നിട്ട് നിന്നു. തനുജ കൻവാർ 2 വിക്കറ്റ് എടുത്തപ്പോൾ ടിറ്റാസ് സധു, സയലി സത്കാരെ, മിന്നുമണി എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി. ചാമ്പ്യൻസ് ട്രോഫി ഉദ്ഘാടന ചടങ്ങിൽ രോഹിത്തിനും ക്ഷണമെന്ന് ലാഹോർ. ICC ചാമ്പ്യൻസ് ട്രോഫി ഉദ്ഘാടന ചടങ്ങിലേക്ക് ഭാരത നായകൻ രോഹിത് ശർമ്മയ്ക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ PCB ക്ഷണം എന്ന് റിപ്പോർട്ട്. ഇതു സംബന്ധിച്ച് രോഹിത്തോ BCCIയോ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ടൂർണമെൻറ്റിലെ 8 നായകന്മാരെയും ക്ഷണിച്ചതിൻ്റെ ഭാഗമായാണ് രോഹിത്തിനെയും ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിച്ചത്രേ. ഫെബ്രുവരി 20 മുതലാണ് ടൂർണമെൻറ്റ്. 19-നാണ് ഉദ്ഘാടന ചടങ്ങ്. വനിതാ ലീഗ് ഗോകുലം കേരളയ്ക്ക് സമനില ബാംഗ്ലൂരു. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് 2ാം സമനില. ബാംഗ്ലൂരിൽ കിക്ക് സ്റ്റാർട്ട് FCക്കെതിരായ എവേ മത്സരമാണ് സമനിലയിൽ കലാശിച്ചത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി പിരിഞ്ഞു. കാഴ്ച പരിമിത വനിതാ T20 നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊച്ചി. കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ ഇൻഡസ് ബാങ്ക് ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. തൃപ്പൂണിത്തുറ പാലസ് ഓവൽ ഗ്രൗണ്ടിലും ആലുവ UC കോളേജിലുമായാണ് ഇന്നത്തെ ക്വാർട്ടർ പോരാട്ടങ്ങൾ നടക്കുക. ഗ്രൂപ്പ് Eയിൽ തമിഴ്നാടിന് പുറകിൽ 2ാമതായ കേരളം നോക്കൌട്ട് കാണാതെ പുറത്തായി. ആദ്യ കളിയിൽ ഉത്തർപ്രദേശിനെ തോൽപ്പിച്ചെങ്കിലും തമിഴ്നാടിനോട് കേരളം പരാജയപ്പെട്ടിരുന്നു. 2 കളിയും ജയിച്ച തമിഴ്നാട് ഗ്രൂപ്പ് Eയിൽ നിന്നും ക്വാർട്ടർ ഫൈനലിൽ എത്തി. ശുഭദിനം. നന്ദി.